Today going to talk about health information system. എന്താണ് health information system? Health information has been defined as the information about people's health and how the community, government and non-government organization use the information to plan and provide health care and services. എങ്ങനെയാണ് ഹെൽത്ത് കെയർ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ഇൻഫോർമേഷൻസ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കീപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ ഏതൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നതാണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഡിസ്ക്രൈബ്സ് ഇൻസിഡൻസ്, പ്രിവലൻസ് ആൻഡ് കോസ് ഓഫ് മേജർ ഡിസീസ്. പിന്നെ അതിൽ മേജറായിട്ടുള്ള ഡിസീസസ്, അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ്, അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നു. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് എ സിസ്റ്റം that collect and present health information responsible for the creation and maintenance of database. അപ്പോൾ ഇതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. Another definition of health information is that refers to organized and interpreted data about health status. പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ്, ഓരോ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അതിൽ ഓരോരുത്തർക്കും വരുന്ന ഓരോ പീരീഡിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം, അതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ വിച്ച് എസെൻഷ്യൽ ഫോർ ഐഡൻറ്റിഫൈയിങ് മേജർ ഹെൽത്ത് പ്രോബ്ലംസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എണ്ണം, എത്ര പേരുണ്ട്, എത്ര ആൾക്കാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര ഏജായിട്ടുള്ള പീപ്പിളുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എണ്ണം നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് ആ ലൊക്കാലിറ്റിയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ്, അവരുടെ പ്രത്യേകതകൾ, അവർക്കുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള ആ ലൊക്കാലിറ്റിയിൽ വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത, ആ ലൊക്കാലിറ്റിയിൽ വരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. ജനറേറ്റ് ഇൻഫോർമേഷൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹെൽത്ത് പോളിസീസ് ഫ്രം പ്ലാനിങ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്. അതായത് അതിനനുസരിച്ച് ഹെൽത്ത് പ്ലാനിങ്ങും സർവീസസ് പ്രൊവൈഡ് ചെയ്യണതൊക്കെ തീരുമാനിക്കും. ഇപ്പോൾ കണ്ണിൻ്റെ അസുഖമുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അപ്പോൾ അങ്ങനെയുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then open up a continuous dialogue between the who collect and users of information with the aim of improving the health care. അതായത് കൃത്യമായിട്ടുള്ള എന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും വരുത്താണ് ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഡിസെമിനേറ്റ് ടൈംലി ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ഇൻക്ലൂഡിങ് ദോസ് ഹു വർക്ക് ഇൻ റിസർച്ച് ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് കൃത്യമായ വിവരങ്ങൾ അപ്പോൾ വിതരണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഏത് കാറ്റഗറിയിലുള്ളതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊവൈഡ് റെഗുലാർ ഫീഡ്ബാക്ക് ടു ഓൾ പേഴ്സണൽ ഇൻഫോർമേഷൻ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ടു എംഫസൈസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഈച്ച് ഓഫ് ദം. പിന്നെ ഓൾ പേഴ്സൺ, എല്ലാ സ്റ്റാഫുകളും, പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫാണ്, റെഗുലാർ ഫീഡ്ബാക്ക്, അവർ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ, ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അതിൻ്റെ കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ ബേസ് അറ്റ് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ ഡാറ്റാ ബേസ് സൂക്ഷിക്കുന്നു, അതിൻ്റെ ഡാറ്റകൾ അടങ്ങിയിട്ടുള്ള സ്റ്റോറേജ് സൂക്ഷിക്കുന്നു. ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് എ പാർട്ട് ഓഫ് PHSE റിക്വയർഡ് ഫോർ ഹെൽത്ത് പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഹെൽത്ത് പ്രോഗ്രാംസ്. പബ്ലിക് ഹെൽത്ത് കെയറിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻഫോർമേഷൻസൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹിസ്റ്ററി ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്നാണ് ഹിസ്റ്ററി, എപ്പോഴാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? 1970 the MOH become മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫെയേഴ്സ് കോൺഷ്യസ് ഓഫ് നീഡ് ഫോർ യൂസ്ഫുൾ ഡാറ്റ. അപ്പോഴാണ് MOH ആണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കീപ്പ് ചെയ്ത് വയ്ക്കാനായിട്ട് 1970 പറയുന്നത്. 72 എ കമ്മിറ്റി കോംപ്രൈസിങ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് CBS, MOH, AG, WHO, അപ്പോൾ അവരൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ദ പൈലറ്റ് പ്രൊജക്ട് ഡിസൈൻ ടു ടെസ്റ്റഡ് ഇൻ ദ മൊംബാസ
വിച്ച് റെപ്രസെൻറ്റഡ് ദ അർബൻ ഡിസ്ട്രിക്ട്സിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ പോലെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 1974 ദ IDOHMIS വാസ് കൺസീവ്ഡ് ക്രിയേഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് യൂണിറ്റ്. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം HMIS എന്ന് പറഞ്ഞാൽ 1975 ഇവാലുവേഷൻ റിസർച്ച് യൂണിറ്റ്. അതിനുശേഷം പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റ് 76 കംപ്ലീറ്റ് ചെയ്തു. ടു മേജർ റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 78 എന്തായിരുന്നു, KMTC നെയ്റോബി സ്റ്റാർട്ടഡ് 2-year പ്രൊഫഷണൽ കോഴ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നോളജിയുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1980 ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് അതിൽ വന്നിട്ടുള്ള ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക്